ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡിസ്നി പിക്സാറിന്റെ ഏറ്റവും പുതിയ ആനിമേറ്റഡ് സിനിമയായ ഇൻസൈഡ് ഔട്ട് 2 ആണ്. 2015 ഇറങ്ങിയ ഇൻസൈഡ് ഔട്ട് സിനിമയുടെ ഒരു ഡയറക്റ്റ് സീക്വലാണ് ഈ സിനിമ. ഏകദേശം 1 ബില്യനോട് അടുപ്പിച്ച് കളക്ഷൻ കിട്ടിയ സിനിമയായിരുന്നു ഇത്. സോ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അത്രയേറെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് ആനിമേറ്റഡ് സിനിമകളെ അപേക്ഷിച്ച് ഭയങ്കര രസമുള്ളൊരു കൺസെപ്റ്റാണ് സിനിമയുടെ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ സിനിമകളുടെ കഥ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സാഹിത്യത്തിൽ പെർസോണിഫിക്കേഷൻ എന്നൊരു ഐഡിയ ഉണ്ട്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഐഡിയാസിനും ഇമോഷൻസിനും ഒക്കെ മനുഷ്യരുടെ രൂപം കൊടുക്കുക. ഈ സിനിമകളിൽ ഹ്യൂമൻ ഇമോഷൻസിനെയാണ് അവർ പെർസോണിഫൈ ചെയ്യുന്നത്. റൈലി എന്ന കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിലെ സന്തോഷം, സങ്കടം, ദേഷ്യം അങ്ങനെയുള്ള ഇമോഷൻസിന് മനുഷ്യരുടെ രൂപം കൊടുക്കുന്നുണ്ട്. അവൾ ജനിച്ചപ്പോൾ മുതൽ ഇവർ അവളുടെ മനസ്സിൽ അവളോടൊപ്പം ഉണ്ട്. അവർ തീരുമാനിക്കുന്ന പോലെയാണ് റൈലി ഓരോ ഇമോഷൻസും പ്രകടിപ്പിക്കുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവളുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക ലൈബ്രറി പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് സിനിമയിൽ. ഈ ഇമോഷൻസിൽ ജോയ് അല്ലെങ്കിൽ സന്തോഷമാണ് പ്രധാന കഥാപാത്രം, അല്ലെങ്കിൽ ഇവരുടെ ടീം ലീഡർ. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഏകദേശം 1-2 വർഷം കഴിഞ്ഞാണ് ഇൻസൈഡ് ഔട്ട് 2 കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈലി ഇപ്പോൾ ഒരു ടീനേജറാണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്ന് ടീനേജിലേക്ക് എത്തുമ്പോൾ പുതിയ സെറ്റ് ഓഫ് ഇമോഷൻസ് ഡ്യൂട്ടി ഏറ്റെടുക്കാൻ വരും. ആങ്സൈറ്റി, ചമ്മൽ, ജാട, എൻവി അല്ലെങ്കിൽ അസൂയ അങ്ങനെയുള്ള പുതിയ ഇമോഷൻസ് ആണ് ഇവരൊക്കെ. ഇവരുടെ വരവോടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഇമോഷൻസിനെ പ്രാധാന്യം കുറയുകയും അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ പോകാൻ തയ്യാറാകുന്നില്ല. റൈലിക്ക് ഈ കുട്ടിക്കാലത്തെ എല്ലാ ഇമോഷൻസും ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ആവശ്യമാണെന്ന് അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമയാണെന്ന് തോന്നും, പക്ഷേ ഒരുപാട് ഡീപ്പർ മീനിങ് ഉള്ള ഒരു ഐഡിയ ആണത്. അത് ഭയങ്കര രസമായിട്ട് അത് നമുക്ക് മുൻപിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ആനിമേഷനിൽ 2D 3D എലിമെന്റ്സ് ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടും കൂടെ ചേർത്തുള്ളൊരു സീക്വൻസ് ഉണ്ട്. അതായത് ഈ ഡോറ ബുജി പോലത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഈ ഓഡിയൻസിനടുത്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു സീനുണ്ട് ഇതിനകത്ത്. ആ ഒരു ജോക്ക് നല്ല രസമായിരുന്നു. സിനിമയുടെ കോർ ഐഡിയ ആയ ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്യൂബർട്ടി എത്തിയ പെൺകുട്ടികൾ എത്ര പെട്ടെന്നാണ് ദേഷ്യം, വിഷമം, സന്തോഷം, സങ്കടം അങ്ങനെയുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് വെച്ചുള്ളൊരു കുറേ ജോക്സ് ഒക്കെ ഉണ്ട്. മാത്രമല്ല ക്ലൈമാക്സിലെ ആ ഒരു ഇമോഷണൽ സീൻസൊക്കെ ശരിക്കും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമ പീക്ക് ചെയ്തതും ആ ഒരു പോയിന്റിലാണ്. നമ്മളും പലതരം ഇമോഷൻസിലൂടെ കടന്നു പോകും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വോയിസ് ആക്ടിങ്ങിന്റെ കാര്യം എടുത്താൽ ജോയ് അല്ലെങ്കിൽ സന്തോഷത്തിന്റെ റോൾ ചെയ്യുന്നത് ആമി ഫോമർ ആണ്. അവർക്ക് പറ്റിയ റോളാണ്. കാരണം പാർക്സ് ആൻഡ് റെക്രിയേഷൻ സീരീസ് കണ്ടാൽ മനസ്സിലാവും, അതിലവർ ഭയങ്കര ബബ്ലി ചിയർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ്. സോ ഇവിടെ അതേ എനർജിയോട് കൂടി തന്നെ അവർ ആ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റിയുടെ റോൾ ചെയ്യുന്ന മായ ഹോക്ക്, സ്ട്രേഞ്ചർ തിങ്സിലെ റോബിൻ, പുള്ളിക്കാരി നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ സിനിമയിൽ അധികം നെഗറ്റീവ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സിനിമയിലെ വില്ലനായിട്ട് വരുന്ന ആങ്സൈറ്റിയാണ്. ആങ്സൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡിൽ സംസാരിക്കുന്നൊരു ഇമോഷനാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഭയങ്കര സ്പീഡാണ്. ആ ഡയലോഗ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ വളരെ രസമായിട്ട് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഇൻസൈഡ് ഔട്ട് 2. ആദ്യത്തെ സിനിമയെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു ഡീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഇത്തവണ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടീനേജ് കാലഘട്ടം അല്ലെങ്കിൽ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. മാത്രമല്ല ചില ഇമോഷൻസൊക്കെ എത്ര വേണ്ടപ്പെട്ടാണ്, എത്രമാത്രം ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നു എന്ന ഐഡിയ കൂടെ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ കഴിയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമ. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. വളരെ നാളിന് ശേഷമാണ് ഡിസ്നിയുടെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ആനിമേറ്റഡ് സിനിമ വരുന്നത് തന്നെ. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഇൻസൈഡ് ഔട്ട് 2. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് ഒന്ന് കയറി നോക്കുക. കണ്ടന്റ് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.